ഐക്യനീക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് സുന്നി സംഘടനകൾ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥ നീക്കത്തെ ചൊല്ലി സമസ്തയിൽ ആശയക്കുഴപ്പം. ഇരു സുന്നി വിഭാഗങ്ങളുടെയും ഐക്യം സംബന്ധിച്ച ചർച്ചകൾ ഏറെക്കാലമായി കേരളീയ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ചർച്ചാ വിഷയങ്ങളാണ്. ഐക്യചർച്ചാ നിർദ്ദേശങ്ങളോട് ആദ്യഘട്ടത്തിൽ സഹകരിക്കാതിരുന്ന ഇ.കെ. വിഭാഗം സുന്നി നേതൃത്വവും ഇപ്പോൾ ഐക്യനീക്കങ്ങളെ സ്വാഗതം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇരുവിഭാഗവും ഐക്യപ്പെട്ടാൽ സമസ്തയുടെ സാമുദായിക ശക്തിയിൽ വലിയ മുന്നേറ്റമാണുണ്ടാവുക. അതോടൊപ്പം കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവഗണിക്കാനാവാത്ത ശക്തിയായി മുസ്ലിം സമുദായം മാറുകയും ചെയ്യും. ഇരുവിഭാഗം സമസ്തകളും കൈകോർക്കുന്നതോടെ മുസ്ലിം സമുദായത്തിന്റെ നേതൃനിരയിൽ വിരാജിക്കുന്ന മുസ്ലിം ലീഗിന്റെ ശക്തിക്കും ഇടിച്ചിൽ സംഭവിക്കും. ഇത് തിരിച്ചറിഞ്ഞാണ് ഐക്യനീക്കങ്ങളുടെ ഇടനിലക്കാരായി തങ്ങൾ പ്രവർത്തിക്കാനൊരുക്കമാണെന്ന് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. ഇരുവിഭാഗങ്ങളുടെയും ഐക്യത്തിനായി ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന എ.പി. വിഭാഗമായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന് ആധ്യാത്മിക പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഇ.കെ. വിഭാഗം സമസ്തയാകട്ടെ ആദ്യഘട്ടത്തിൽ ഈ വിധം നീക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സമസ്തയുടെ 100ാം വാർഷിക വേളയിൽ ഐക്യശ്രമങ്ങളോട് സഹകരിക്കണമെന്ന മനോഭാവം ഇ.കെ. വിഭാഗത്തിലും വളർന്നുകൊണ്ടിരിക്കെയാണ് അടുത്തിടെ കാസർകോട്ടെ കുണിയയിൽ നടന്ന ശതാബ്ദി സമ്മേളനത്തിലും ഐക്യനീക്കങ്ങളെ പിന്തുണയ്ക്കണമെന്ന വികാരം ശക്തമായി ഉയർന്നത്. സുന്നി ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് കാന്തപുരം ആദ്യം മുതലേ നടത്തുന്ന വിശദീകരണം. എ.പി. വിഭാഗം സമസ്ത കോട്ടക്കലിൽ നടത്തിയ 100ാം വാർഷിക വിളംബര സമ്മേളനത്തിൽ തന്റെ നിലപാട് കാന്തപുരം വീണ്ടും ആവർത്തിച്ചിരുന്നു. സമസ്തയിൽ നിന്നും പോയവർ എല്ലാവരും തിരിച്ചു വരണമെന്ന് കുണിയ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആഹ്വാനം ചെയ്തിരുന്നു. ഇതോടെയാണ് സുന്നി ഐക്യം വീണ്ടും ചർച്ചയായി മാറിയത്. ഐക്യത്തിന് ഇരുവിഭാഗവും പച്ചക്കൊടി വീശുന്നുവെങ്കിലും വസ്തുതകൾ അത്രമേൽ എളുപ്പമല്ലെന്നതാണ് യാഥാർത്ഥ്യം. കാരണം മുസ്ലിം ലീഗ് അനുകൂല സമീപനമാണ് ഇ.കെ. വിഭാഗത്തിൽ ഭൂരിഭാഗത്തിനും. എന്നാൽ എ.പി. വിഭാഗത്തിന് മുൻതൂക്കം ഇടത് കക്ഷികളോടാണ് താനും. സാമുദായിക ഐക്യനീക്കത്തിലൂടെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ ഏതുവിധത്തിൽ വന്നു ചേരുമെന്നതും പ്രധാനമാണ്. ഇ.കെ. സമസ്തയിൽ തങ്ങൾക്കുള്ള മേൽക്കൈ നഷ്ടമാകുന്നത് മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിനാലാണ് ഐക്യശ്രമങ്ങളുടെ മധ്യസ്ഥം ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. എന്നാൽ സമസ്തയുടെ കാര്യങ്ങളിൽ ലീഗ് നേതാക്കളിൽ ഒരു വിഭാഗം ഇടപെടുന്നതിൽ വലിയ വിഭാഗം സമസ്ത നേതാക്കൾക്കും താൽപ്പര്യമില്ല. കാരണം മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലുള്ളവരിൽ പലരും സുന്നികളല്ല എന്നത് തന്നെയാണ്. സുന്നി വിഭാഗത്തെ എക്കാലവും എതിർത്ത് വന്നിരുന്ന മുജാഹിദ് വിഭാഗവും ജമാഅത്ത് വിഭാഗവും ഇപ്പോൾ ലീഗിന്റെ നേതൃനിരയിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനോട് സമസ്ത നേതൃത്വത്തിന് താൽപ്പര്യമില്ല. അതുകൊണ്ടാണ് ഈ നേതാക്കൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കേണ്ടെന്ന് ഇവർ നയം വ്യക്തമാക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളിലെ പ്രബല വിഭാഗമായ സുന്നി സമൂഹം വേറിട്ട് നിൽക്കാതെ ഒന്നിച്ചാൽ കേരളീയ രാഷ്ട്രീയ സാമുദായിക ചരിത്രത്തിൽ അതൊരു വേറിട്ട കാൽവെപ്പാകും. അതുകൊണ്ട് തന്നെ LDFും UDFും തികഞ്ഞ ആകാംക്ഷയോടെയാണ് ഈ വിധം ഐക്യനീക്കങ്ങളെ ഉറ്റുനോക്കുന്നത്.